ഈ ജെസ്സി വർഗീസിന്റെ ഭർത്താവായിട്ടുള്ള ശ്രീ ഡേവിസ് എം പിയാണ് മൂഞ്ഞേലി വീട് അയ്യമ്പുഴ 1,20,00,000 രൂപയാണ് വായ്പെടുത്തിട്ടുള്ളത്. അടുത്തയാള് ആഞ്ചലിവേലിൽ കോതമംഗലം എന്ന ആളാണ്. അവരെടുത്ത വായ്പ 1,50,00,000 രൂപയാണ്. അടുത്ത് സണ്ണി പാലാട്ടി വീട് കിടങ്ങൂരുള്ള ആളാണ്. അദ്ദേഹം എടുത്ത വായ്പ 1,23,00,000 രൂപയാണ്. അടുത്തയാള് കവിത അനിൽ എന്ന് പറഞ്ഞാൽ ഐക്യരത്ന മാസ്റ്റർ തോമസ് ഐക്യരത്ന മാസ്റ്റർ എന്ന് പറയുന്ന കോൺഗ്രസിന് മുൻ ജില്ലാ കൌൺസിൽ അംഗമായിട്ടുള്ള അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അനിൽ ഐക്യരത്തിന്റെ മകനായിട്ടുള്ള അനിലിന്റെ ഭാര്യ കവിത അനിൽ ഈ ബാങ്കിൽ നിന്ന് ഏകദേശമല്ല എടുത്ത തുക എന്ന് പറയുന്നത് 1,25,00,000 രൂപയാണ്. അടുത്ത ജോസ് വി ആർ ആണ്. വെണ്ണുക്കാരൻ വീട് കൊരട്ടി എന്നയാള് ഈ ബാങ്കിൽ എടുത്ത തുക 85,00,000 രൂപയാണ്. അതുകൂടാതെ കോൺഗ്രസിന്റെ വക്താവായി ചാനൽ ചർച്ചയിൽ വന്ന് ഞെളിഞ്ഞിരുന്ന CPM-കാരെ പഴി പറയുന്ന പിണറായി വിജയനെ വെല്ലുവിളിക്കുന്ന അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അപ്പോസ്റ്റലായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജിൻഡോ ജോൺ എടുത്ത വായ്പ എന്ന് പറയുന്നത് 17,00,000 രൂപയാണ് എന്ന് കാണാം. അതുപോലെ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള അനിമോൾ ബേബി എടുത്തിട്ടുള്ളത് 17,00,000 രൂപയാണ് എന്ന് കാണാം. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഡൊമി വക്കീല് അദ്ദേഹം കോൺഗ്രസിന്റെ ആളാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം എടുത്ത് 1 കോടി രൂപയാണ് എന്ന് കാണാം. അടുത്തത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ യുവതുർക്കി എന്ന് അറിയപ്പെടുന്ന കോൺഗ്രസിന് വേണ്ടി അഴിമതി വിരുദ്ധ പ്രസ്ഥാനം നയിക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പോൾ ജോർജ് എന്ന് പറയുന്ന ആ ഒരു ക്രിമിനലായിട്ടുള്ള ഒരു കൌൺസിലറുടെ തുക എന്ന് പറയുന്നത് 27,00,000 രൂപയാണ്. അടുത്തതായി അങ്കമാലിയിലെ പടക്ക് ബിസിനസിന്റെ അങ്കമാലിക്കകത്ത് അനധികൃതമായി ആയിരക്കണക്കിന് രൂപയുടെ പടക്കം ഓരോ ദിവസം കെട്ടി വിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാജു നെടുങ്ങാടൻ എടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് 22,00,000 രൂപയാണ്.